എല്ലാവർക്കും ഒരു ചിന്ന കഥയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സിനിമ 2018 കന്നഡയിൽ റിലീസ് ചെയ്ത ഗുൾട്ടു എന്ന സൈബർ ക്രൈം ത്രില്ലർ സിനിമയാണ്. ഡാർക്ക് വെബും അത് ഉപയോഗിച്ചുകൊണ്ടുള്ള കൊലപാതകവും അതുകൂടാതെ മറ്റു കുറ്റകൃത്യങ്ങളുമാണ് ഈ സിനിമയുടെ കഥ. അപ്പോൾ സമയം കളയാതെ നമുക്ക് നേരെ സിനിമയുടെ ഉള്ളിലേക്ക് തള്ളിക്കയറാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. സിനിമയുടെ തുടക്കത്തിൽ ഒരു പോലീസ് ഓഫീസർ സ്റ്റേഷന്റെ അകത്തുള്ള ഇന്ററോഗേഷൻ റൂമിലേക്ക് വരുന്നു. അപ്പോൾ അവിടെ ഒരു പ്രതിയെ പോലീസ് കെട്ടിയിട്ട് ചോദ്യം ചെയ്യുന്നു. അവനോട് ആ പോലീസ് എന്തിനാണ് നീ ആ കൊലപാതകം ചെയ്തത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് ഹയസ്റ്റ് ബെറ്റിംഗ് കിട്ടി, അതുകൊണ്ട് കൊന്നുകളഞ്ഞു എന്ന് വളരെ ലാഘവത്തോടെ അവൻ ചിരിച്ചുകൊണ്ട് പറയുന്നു. ഇത് കേട്ട ആ പോലീസ് ഓഫീസർ അവിടെ നിന്ന് പോകുന്നു. ശേഷം ആ പോലീസ് ഓഫീസർ വേറൊരു രഹസ്യ ഇന്ററോഗേഷൻ റൂമിലേക്ക് വന്ന് ഒരുത്തൻ തല്ലിച്ചതയ്ക്കുന്നു. ഈ തല്ലുകൊള്ളുന്നവനാണ് ഈ സിനിമയിലെ നായകൻ. അവന്റെ പേരാണ് അലോക്. അടുത്ത ഷോട്ടിൽ ഈ പോലീസ് ഓഫീസറിന്റെ സുപ്പീരിയർ ഓഫീസറിനെ കാണിക്കുന്നു. ഇദ്ദേഹത്തിന്റെ പേര് അവിനാഷ് എന്നാണ്. അയാളോട് ഇൻസ്പെക്ടർ ഇവന് ആരുമില്ല, അച്ഛൻ, അമ്മ, ബന്ധുക്കൾ, അങ്ങനെ ആരും തന്നെ ഇവനില്ല, ആകെയുള്ളത് മുകളിലുള്ളവൻ മാത്രമാണ് എന്ന് പറഞ്ഞ് മുകളിൽ കെട്ടിയിരിക്കുന്ന നായകന്റെ സുഹൃത്തിനെ താഴെ ഇറക്കുന്നു. അവൻ കരഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അവന്റെ പേരാണ് ആസ്തി. ഇവർ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് ഫ്ലാഷ് ബാക്കിലൂടെ കാണിക്കുന്നു. അലോകും ആസ്തിയും ഒരുമിച്ചാണ് കോളേജിൽ പഠിച്ചത്. അലോക് അവനൊരു അനാഥനാണ്. ആസ്തി മാത്രമാണ് അവന് കൂട്ടായി ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവർ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങനെയിരിക്കെ കോളേജിൽ വെച്ച് സീനിയേഴ്സ് ഇവരെ റാഗ് ചെയ്യുന്നു. ബ്ലൂ ഫിലിമിൽ ഉള്ളതുപോലെ അഭിനയിക്കാൻ സീനിയേഴ്സ് ഇവരോട് പറയുന്നു. അപ്പോൾ അലോകും ആസ്തിയും എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ സീനിയേഴ്സ് ഒന്നെങ്കിൽ ബ്ലൂ ഫിലിമിലെ പോലെ അഭിനയിക്കണം, അല്ലെങ്കിൽ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തു തരണമെന്ന് പറയുന്നു. അപ്പോൾ അലോക് ടിക്കറ്റ് എടുത്തു തരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് അവൻ ടിക്കറ്റ് സൈറ്റ് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ടിക്കറ്റൊക്കെ ബുക്കാണ്. അപ്പോൾ അവൻ എന്തൊക്കെയോ കോഡൊക്കെ ഉപയോഗിച്ച് ആ സൈറ്റ് ഹാക്ക് ചെയ്യുന്നു. ശേഷം സീനിയേഴ്സിന്റെ പേരിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. അങ്ങനെ ആ ബുക്ക് ചെയ്ത ടിക്കറ്റ് സീനിയേഴ്സിന് അയച്ചു കൊടുക്കുന്നു. അങ്ങനെ അലോക് കോഡൊക്കെ ഉപയോഗിച്ച് ടിക്കറ്റ് സൈറ്റ് ഹാക്ക് ചെയ്ത കാര്യം കോളേജിൽ മുഴുവനും പാട്ടാകുന്നു. ഇതറിഞ്ഞ പ്രൊഫസർ അലോകിനോട് നിനക്ക് നല്ല ഇന്റലിജൻസ് ഉണ്ട്, അത് ഇത്തരത്തിൽ തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുത്. എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് ഈ കഴിവ് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ നിനക്ക് ലൈഫിൽ ഉയർച്ചയിലെത്താം എന്നൊക്കെ പറഞ്ഞ് അലോകിനെ ഉപദേശിക്കുന്നു. അടുത്ത ഷോട്ടിൽ ശിവാനി എന്ന പെൺകുട്ടിയെ കാണിക്കുന്നു. അവളും കൂട്ടുകാരിയും അലോക് ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റ് ഹാക്ക് ചെയ്ത് സീനിയേഴ്സിന് ടിക്കറ്റ് ബുക്ക് ചെയ്ത കാര്യം അറിഞ്ഞു. അതിൽ ഇംപ്രസ് ആയ ശിവാനി അലോകിനെ ഷോപ്പിങ്ങിന് ക്ഷണിക്കുന്നു. എന്നാൽ അലോക് അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു. എന്നാൽ അവർ പതിയെ പതിയെ അടുക്കുന്നു. അങ്ങനെ ഒരു സോങ്ങിൽ തന്നെ അവരുടെ കോളേജ് കാലം കഴിയുന്നതായി കാണിക്കുന്നു. അങ്ങനെ കോളേജ് കഴിഞ്ഞപ്പോൾ ശിവാനി അലോകിനെ കെട്ടിപ്പിടിച്ച് നിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുമെന്ന് പറഞ്ഞ് രണ്ടുപേരും വേർപിരിയുന്നു. ശേഷം ആസ്തി എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടാൻ എല്ലാ ക്യാമ്പസ് ഇന്റർവ്യൂവും അറ്റൻഡ് ചെയ്യുന്നു. എന്നാൽ അലോക് ഒരു ഇന്റർവ്യൂവും അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ആസ്തി അലോകിനോട് നീ എന്താ ഒരു ഇന്റർവ്യൂവും അറ്റൻഡ് ചെയ്യാത്തത്, നിനക്ക് ജോലിയൊന്നും വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അലോക് എനിക്ക് 9 മുതൽ 5 വരെ ഒരേ കസേരയിൽ ഇരുന്ന് ജോലി ചെയ്യാൻ വയ്യ, എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യണം, എന്തെങ്കിലും കണ്ടുപിടിച്ച് ലൈഫിൽ വലിയ അച്ചീവ്മെൻ്റ് ഒക്കെ ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ ആസ്തി എന്നെയും കൂടെ കൂട്ടുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അലോക് അതിനെന്താ കൂട്ടാലോ എന്ന് പറയുന്നു. അങ്ങനെ 3 വർഷം കഴിഞ്ഞതായി കാണിക്കുന്നു. ഇപ്പോൾ അലോക് ഒരു കോഫി ഷോപ്പിൽ ജോലി ചെയ്യുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അലോകിന്റെ കോഫി ഷോപ്പിൽ ഒരാൾ ലാപ്ടോപ്പ് യൂസ് ചെയ്തുകൊണ്ട് കോഫി കുടിക്കുന്നു. അപ്പോൾ വേറൊരാൾ കോഫി വാങ്ങി ആ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നവനെ നോക്കിക്കൊണ്ട് പോകുന്നു. ശേഷം അയാൾ മൊബൈൽ എടുത്ത് ഉപയോഗിക്കുമ്പോൾ നേരത്തെ ലാപ്ടോപ്പ് നോക്കി ചായ കുടിച്ചവൻ മയങ്ങി വീഴുന്നു. പെട്ടെന്ന് കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്നവരും കസ്റ്റമേഴ്സും ഹീറോയും ഓടി വന്ന് അയാളെ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് അയക്കുന്നു. ശേഷം ഷോപ്പിലേക്ക് തിരിച്ചെത്തിയ അലോക് മയങ്ങി വീണയാൾ മറന്നുവെച്ച ലാപ്ടോപ്പ് ശ്രദ്ധിക്കുന്നു. അവൻ അതെടുത്തു വെക്കുന്നു. അടുത്ത സീനിൽ ഹീറോയുടെ സുഹൃത്തായ ആസ്തിയെ കാണിക്കുന്നു. അവനൊരു സൈബർ കഫേ നടത്തുന്നു. കൂടാതെ ഫോണിൽ പെൺകുട്ടികളോട് കൊഞ്ചി സംസാരിക്കുന്നുമുണ്ട്. ഇവർ ഇപ്പോൾ ഒരു പുതിയ വീട് നോക്കുകയാണ്. രണ്ടുപേരും കുറച്ചൊക്കെ ഗതി പിടിച്ചു. അങ്ങനെ ബ്രോക്കർ വഴി അവർ ഒരു വീട് കണ്ടുപിടിച്ചു. അങ്ങനെ ആ ബ്രോക്കർ ആ വീടിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ആ ബ്രോക്കർ പോയ ശേഷം ആസ്തി അലോകിനോട് 3 വർഷമായി നിന്റെ ഐഡിയ ക്ലിക്കായി അംബാനിയാകാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ഇവിടെ ഓരോരുത്തർക്കും കാറും പുതിയ വീടും ഒക്കെയായി ലൈഫ് സെറ്റായി. നമ്മൾ ഇപ്പോഴും വാടക വീട് അന്വേഷിച്ച് നടക്കുന്നു. ഇതും കേട്ടത് അലോകിന് ദേഷ്യം വരുന്നു. അവൻ ദേഷ്യത്തോടെ ആസ്തിയോട് ഞാൻ ആരെയും നിർബന്ധിച്ച് എൻ്റെ കൂടെ നിർത്തിയിട്ടില്ല, എന്നെ വിശ്വാസമാണെങ്കിൽ മാത്രം എൻ്റെ കൂടെ നിൽക്ക്, ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പൊയ്ക്കോ എന്ന് പറയുന്നു. ഇത് കേട്ട് ആസ്തി അലോകിന്റെ അടുത്ത് വന്നു. എന്തിനാടാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, ഞാൻ ചുമ്മാ ചോദിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞ് അലോകിനെ സമാധാനപ്പെടുത്തുന്നു. ശേഷം ഒരു സെൽഫി എടുക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം ആ മയങ്ങി വീണയാൾ അലോകിന്റെ ഷോപ്പിലേക്ക് വന്ന് എൻ്റെ ലാപ്ടോപ്പ് ഇവിടെയില്ലേ എന്ന് അന്വേഷിക്കുന്നു. അപ്പോൾ അലോക് ഉണ്ട് സാർ, ഞാനിവിടെ അത് ഭദ്രമായി എടുത്തു വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ലാപ്ടോപ്പ് അയാൾക്ക് തിരിച്ചു നൽകുന്നു. പൈസ അയാൾ അലോകിന് നൽകുന്നു. എന്നാൽ അലോക് ആ പൈസ സ്വീകരിക്കുന്നില്ല. അങ്ങനെ അടുത്ത സീനിൽ ഈ കോഡിംഗ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന സ്ഥാപനം കാണിക്കുന്നു. ആ സ്ഥാപനത്തിലേക്ക് പൂജ എന്നൊരു സ്റ്റാഫ് ജോയിൻ ചെയ്യാൻ വന്നിരിക്കുകയാണ്.
അവളെ സ്മിത എന്ന മറ്റൊരു സ്റ്റാഫ് സ്ഥാപനം മുഴുവൻ ചുറ്റിക്കാണിക്കുന്നു. അതുകൂടാതെ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുമുണ്ട്. ഈ പൂജയാണ് ഈ സിനിമയിലെ നായിക. അങ്ങനെ സ്മിത അലോകിനെ പൂജയ്ക്ക് പരിചയപ്പെടുത്തുന്നു. അലോക് പൂജയെ കാഷ്വലായി പരിചയപ്പെട്ടതിന് ശേഷം അവിടെ നിന്ന് വേഗം നടന്നു പോകുന്നു. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം സ്മിതയും പൂജയും നടന്നു വരുമ്പോൾ സ്മിത, എനിക്ക് അലോകിനെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ ജോലിയിൽ ഭയങ്കര ഡെഡിക്കേഷനാണ്. അതുമാത്രമല്ല അവൻ വേറെ കോഫി ഷോപ്പിലും ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ ഇൻഡയറക്റ്റായി അവനെ പ്രപ്പോസൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യവുമില്ല എന്നൊക്കെ സ്മിത പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസം ആസ്തിയുടെ സൈബർ കാഫേയിലേക്ക് 2 കുട്ടികൾ ബ്രൗസ് ചെയ്യാൻ വേണ്ടി വരുന്നു. അപ്പോൾ ആസ്തി അവരുടെ ഷോർട്സിൻ്റെയും കാലിൻ്റെയും നീളം അളന്നതിന് ശേഷം തിരിച്ച് ബ്രൗസ് ചെയ്ത് ഇറങ്ങുമ്പോൾ ഷോർട്സിന് ഇതേ ഹൈറ്റ് ഉണ്ടാവണമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അപ്പോൾ അവന് കാവ്യ എന്നൊരു പെൺകുട്ടി ഫോൺ വിളിക്കുന്നു. എൻ്റെ വീട്ടിലേക്ക് ഉടൻ വരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആസ്തി ഉടനെ തന്നെ എത്താമെന്ന് പറഞ്ഞ് ബൈക്കിൽ ചീറിപ്പാഞ്ഞു അവിടത്തേക്ക് പോകുന്നു. എന്നാൽ ആസ്തി എത്തും മുന്നേ കാവ്യയുടെ അച്ഛനും അമ്മയും അവിടെ എത്തിയിരുന്നു. ഇതറിയാതെ ആസ്തി ഡോർ മുട്ടുന്നു. അപ്പോൾ കതക് തുറന്നത് കാവ്യയുടെ അച്ഛനാണ്. അച്ഛനെ കണ്ട് ആസ്തി ഞെട്ടുന്നു. അവൻ റൂം മാറിപ്പോയി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് തടി തപ്പുന്നു. അടുത്ത ഷോട്ടിൽ പൂജയെ കാണിക്കുന്നു. അവൾ കുട്ടികൾക്ക് കോഡിംഗ് പഠിപ്പിക്കുകയാണ്. എന്നാൽ കുട്ടികൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നു. ഇതൊക്കെ അലോക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ പൂജയെ കളിയാക്കി ചിരിക്കുന്നു. അവസാനം വേറെ വഴിയില്ലാതെ പൂജ അലോകിൻ്റെ അടുത്ത് വന്ന് ആദ്യമായത് കൊണ്ടാവാം എനിക്ക് പഠിപ്പിക്കാൻ പറ്റുന്നില്ല, ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ അലോക് വന്ന് കുട്ടികൾക്ക് നല്ല രീതിയിൽ ക്ലാസ് എടുക്കുന്നു. കുട്ടികൾ എല്ലാം മനസ്സിലായി എന്ന് പറയുന്നു. അങ്ങനെ കുട്ടികളൊക്കെ പോയ ശേഷം പൂജ അലോകിനോട് നന്ദി പറയുന്നു. ശേഷം രാത്രി ആസ്തിയെ കാണിക്കുന്നു. അവൻ നീ എന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞ് കാവ്യയോട് ദേഷ്യപ്പെടുന്നു. അവൾ സെൽഫിയൊക്കെ അയച്ചു കൊടുത്ത് അവനെ സമാധാനപ്പെടുത്തുന്നു. എന്നിട്ട് നാളെ നീ രാവിലെ വാ എന്ന് പറയുന്നു. ശേഷം പിറ്റേ ദിവസം രാവിലെ തന്നെ ആസ്തി കാവ്യയുടെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്നു. അപ്പോൾ അവിടെയുള്ള സെക്യൂരിറ്റി നെയിമും അഡ്രസ്സും എഴുതി ഒപ്പിടാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഡീറ്റെയിൽസൊക്കെ എഴുതി ഒപ്പിട്ടതിന് ശേഷം ആസ്തി കാവ്യയുടെ ഫ്ലാറ്റിലേക്ക് എത്തുന്നു. ഇവർ തമ്മിൽ റിലേഷൻഷിപ്പിലാണ്. അങ്ങനെ കുറേ നേരം അവർ സമയം ചെലവിട്ടതിന് ശേഷം ആസ്തിയെ പറഞ്ഞയക്കാൻ വേണ്ടി കാവ്യ പുറത്തേക്ക് വന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരോട് കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം ആ സ്ത്രീ ഉള്ളിൽ പോയ തക്കത്തിന് കാവ്യ ആസ്തിയെ പറഞ്ഞയക്കുന്നു. ശേഷം കാവ്യ ഉള്ളിൽ പോയ തക്കത്തിന് ആ സ്ത്രീയും വേറൊരുത്തനെ ആരും കാണാതെ പറഞ്ഞയക്കുന്നു. ഇപ്പോൾ പൂജയെ കാണിക്കുന്നു. പൂജ അലോകിനെ അവളെ സഹായിച്ചതിന് പകരം ഒരു ചെറിയ ട്രീറ്റ് കൊടുക്കാനായി കോഫി കുടിക്കാൻ ക്ഷണിക്കുന്നു. എന്നാൽ അലോക് ഞാൻ ജോലി ചെയ്യുകയാണ്, ഇപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. എന്നാൽ പൂജ ജോലി തീരുന്നതുവരെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അലോകിന്റെ പുറകിലുള്ള റൂമിലേക്ക് പോകുന്നു. അപ്പോഴാണ് അലോക് ജോലി ചെയ്യുന്നതിന് പകരം ഗെയിം കളിക്കുന്നത് പൂജ കാണുന്നത്. അവൾ മുന്നിലോട്ട് വന്നു അലോകിനോട് ഇതാണോ നിന്റെ ജോലി എന്ന് പറഞ്ഞ് ലാപ്ടോപ്പ് മൂടുന്നു. എന്തായാലും ഇന്ന് നിന്നെ കൊണ്ടേ ഞാൻ പോകൂ എന്ന് പറയുന്നു. വേറെ വഴിയില്ലാതെ അലോക് വരാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ അവർ ഒരു ഹോട്ടലിൽ എത്തി അവർക്ക് ആവശ്യമുള്ളത് ഓർഡർ ചെയ്യുന്നു. ഇതേ സമയം ഒരു പ്രായമുള്ള ഒരാൾ അവിടെയുള്ള ഇഡ്ലിക്കും വടയ്ക്കും വില എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. ആ വൃദ്ധന്റെ കയ്യിൽ പണമില്ല, പക്ഷേ നല്ല വിശപ്പുണ്ട്. എന്നാൽ പണമില്ലാത്തതുകൊണ്ട് ആ വൃദ്ധൻ ഒരു ചായ മാത്രമാണ് ഓർഡർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ അലോക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അലോക് സപ്ലയറോട് അയാൾക്ക് ഒരു വട കൊടുക്ക്, പണം ഞാൻ തരാമെന്ന് പറയുന്നു. അങ്ങനെ സപ്ലയർ വട വൃദ്ധന് കൊടുക്കുന്നു. അപ്പോൾ അയാൾ ഞാനിത് ഓർഡർ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ സപ്ലയർ ഒരു ചായ എടുത്താൽ ഒരു വട ഫ്രീ ആണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ആ വൃദ്ധൻ ആ വട ആസ്വദിച്ച് കഴിക്കുന്നു. ഇതൊക്കെ പൂജ കാണുന്നുണ്ട്. അപ്പോൾ അവൾ അലോകിനോട് അത്ര ദൂരെ ഇരിക്കുന്നവരുടെ മനസ്സ് നിനക്കറിയാൻ പറ്റുന്നുണ്ട്, എന്നാൽ ഇവിടെ അടുത്തിരിക്കുന്നവരുടെ മനസ്സ് അറിയാൻ നിനക്ക് പറ്റുന്നില്ലേ എന്ന് അവൾ ചോദിക്കുന്നു. ആ ചോദ്യം കേട്ട് അലോക് ചിരിക്കുന്നു. അങ്ങനെ രണ്ടുപേരും മാറി മാറി ചിരിക്കുന്നു. അതോടെ അവർ തമ്മിൽ പ്രണയത്തിലായി. അങ്ങനെ അന്ന് രാത്രി അവർ രണ്ടുപേരും ഒരുമിച്ച് നടക്കുമ്പോൾ ആസ്തി അങ്ങോട്ടേക്ക് വരുന്നു. ശേഷം ആസ്തി അലോകിന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് പൂജയെ പരിചയപ്പെടുന്നു. അവളും അവനെ പരിചയപ്പെടുന്നു. അങ്ങനെ കുറേ നേരം സംസാരിച്ചതിന് ശേഷം ആസ്തി അലോകിനെയും കൂട്ടിക്കൊണ്ട് പോകുന്നു. അങ്ങനെ പോകുമ്പോഴും പൂജയും അലോകും തമ്മിൽ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഒരു കോളനിയിൽ കൊലപാതകം നടന്നു എന്ന ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ സീനിയർ പോലീസ് ഓഫീസർ അവിനാഷ് അങ്ങോട്ടേക്ക് വരുന്നു. അങ്ങനെ കൊലപാതകം നടന്ന സ്ഥലം പോലീസ് ഓഫീസർ അവിനാഷ് പരിശോധിക്കുന്നു. അവിടെ ബോഡിയുടെ ഓരോ ഭാഗങ്ങൾ കട്ട് ചെയ്ത് വീടിന്റെ ഓരോ ഭാഗത്തായി ഇട്ടുവച്ചിട്ടുണ്ട്. തലഭാഗം കട്ടിലിനടിയിലാണ് ഉള്ളത്. ആ തല കണ്ട് പോലീസ് ഓഫീസർ ഷോക്കാകുന്നു. അതുകൂടാതെ ആ വീടിന്റെ ഓരോ സ്ഥലത്ത് ഓരോ വാക്കുകൾ എഴുതി വച്ചിട്ടുണ്ട്. ആ എഴുത്തുകൾ പ്രകാരം ഇതൊരു കൊലയല്ല, മറിച്ച് ഒരു കലയാണ് എന്നാണ് എഴുതി വച്ചിട്ടുള്ളത്. അതുമാത്രമല്ല തലയില്ലാത്ത ബോഡി ഫാനിൽ കെട്ടിത്തൂക്കിയിട്ടുമുണ്ട്. ഇതേസമയം പൂജ അലോകിനെ ദേഷ്യപ്പെടുത്താനായി ആസ്തിയെക്കുറിച്ച് ചോദിക്കുന്നു. അപ്പോൾ അലോക് എന്തിനാണ് അവനെക്കുറിച്ച് ചോദിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ പൂജ അവൻ ഇന്നലെ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അലോക് അവനൊരു കോഴിയാണ്, ഒരു ഒലിപ്പിരും എന്നൊക്കെ പറയുന്നു. അപ്പോൾ പൂജ അത് സാരമില്ല, എനിക്ക് ഒരുപാട് കോഴി ഫ്രണ്ട്സ് ഉണ്ട്, അവരെ ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ട്, അതുപോലെ ഇവനെയും ഞാൻ ഡീൽ ചെയ്യും എന്ന് പൂജ പറയുന്നു. ഇതൊക്കെ കേട്ട് അലോകിന് ദേഷ്യം വരുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയ പൂജ നിനക്ക് ദേഷ്യം വരുന്നുണ്ട് എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് അലോകിനെ കളിയാക്കുന്നു. അലോക് ഇല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. അപ്പോൾ ഒരു സോങ് കാണിക്കുന്നു. അലോകും പൂജയും കൂടുതൽ അടക്കുന്നു. ഇതേ സമയം ആസ്തി സ്മിതയെ പരിചയപ്പെടുന്നു. ഞാൻ അലോകിന്റെ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് ആസ്തി അവളോട് കുറച്ച് ഫ്ലേർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഇതേ സമയം അപ്പാർട്ട്മെന്റിലെ കൊല നടന്നിരുന്നില്ലേ, അതിന്റെ അന്വേഷണത്തിലാണ് പോലീസ്. അതിന്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റിയെ ചോദ്യം ചെയ്തപ്പോൾ ആ അപ്പാർട്ട്മെന്റിലേക്ക് ഇടയ്ക്കിടെ 2 ചെറുപ്പക്കാർ വരുമായിരുന്നു. അതിൽ ഒരുത്തന്റെ പേര് ആസ്തി എന്ന് ആ സെക്യൂരിറ്റി മൊഴി നൽകുന്നു. അങ്ങനെ ആസ്തിയെക്കുറിച്ചുള്ള വിവരം പോലീസ് ഓഫീസർ അവിനാശിന്റെ ചെവിയിലും എത്തുന്നു.
അവിനാഷ് ആസ്തിയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ പോലീസിനോട് പറയുന്നു. അടുത്ത സീനിൽ സ്മിതയെ കാണിക്കുന്നു. അവളെ കാണാൻ പൂജ വരുന്നുണ്ട്. പൂജയും അലോകും പ്രണയത്തിലായ കാര്യം സ്മിത അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൂജ സാരി എങ്ങനെയുണ്ടെന്ന് സ്മിതയോട് ചോദിക്കുന്നു. അപ്പോൾ സ്മിത നീ അലോകിനോട് തന്നെ ചോദിക്കുമെന്ന് ഹാർഷായി പറയുന്നു. അങ്ങനെ പൂജ കുറേ നേരം അലോകിനെ വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ കുറേ നേരം അലോകിനെ വെയിറ്റ് ചെയ്ത് അവൾ അവിടെ തന്നെ ഉറങ്ങുന്നു. ഇതേ സമയം ആസ്തി സ്മിതയോട് ചാറ്റ് ചെയ്യുകയാണ്. അവൻ ചാറ്റ് ചെയ്തുകൊണ്ട് തന്നെ അവന്റെ റൂമിന്റെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ 2 പോലീസ് ഓഫീസേഴ്സ് ഇവനെയും അന്വേഷിച്ച് അങ്ങോട്ടേക്ക് വരുന്നു. എന്നിട്ട് ഇവനോട് തന്നെ ആസ്തിയുടെ റൂം ഏതാണെന്ന് ചോദിക്കുന്നു. എന്നാൽ ആസ്തി ചാറ്റിങ്ങിലായതുകൊണ്ട് തന്നെ അവനൊന്നും ശ്രദ്ധിക്കാതെ താനാണ് ആസ്തി എന്ന് പോലും പറയാൻ മറന്ന് അവൻ പോലീസുകാരോട് വാ ഞാൻ റൂം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവരെയും വിളിച്ച് മുകളിലേക്ക് കൊണ്ടുപോകുന്നു. മുകളിൽ എത്തിയ ശേഷം പോലീസ് കോൺസ്റ്റബിൾ കുറേ നേരം ആസ്തിയുടെ മുറിയുടെ വാതിൽ തട്ടുന്നു. എന്നാൽ അപ്പോഴും ആസ്തി സ്മിതയുമായി ചാറ്റിങ്ങിലാണ്. അപ്പോൾ പോലീസ് ഇവൻ എന്താ തുറക്കാത്തത് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. ശേഷം ആസ്തി വാതിൽ തട്ടുന്നു. ആലോക് എന്തോ ജോലിയിലായിരുന്നു. അവൻ വാതിൽ തുറക്കുന്നു. അപ്പോൾ ആസ്തി പൂജ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നുവല്ലോ, നീ എന്താ അങ്ങോട്ടേക്ക് പോകാത്തതെന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് പൂജ വെയിറ്റ് ചെയ്യുന്ന കാര്യം അലോകിന് ഓർമ്മ വന്നത്. അവൻ ഞാൻ മറന്നുപോയി. അതല്ല പൂജ വെയിറ്റ് ചെയ്യുന്ന കാര്യം നിനക്കെങ്ങനെ അറിയാമെന്ന് ഹീറോ ആസ്തിയോട് ചോദിക്കുന്നു. അപ്പോൾ ആസ്തി ഞാൻ സ്മിതയുമായി ഫ്രണ്ട്ഷിപ്പിലാണ്, ഞങ്ങൾ 2 പേരും ചാറ്റ് ചെയ്യാറുണ്ട്, അവൾ പറഞ്ഞതാണ് എന്ന് പറയുന്നു. അങ്ങനെ ഹീറോ പൂജയെ കാണാൻ വേഗം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരുന്നു. എന്നാൽ അവിടെ സ്മിത മാത്രമാണ് ഉണ്ടായിരുന്നത്. അവളോട് അലോക് പൂജ എവിടെയെന്ന് ചോദിക്കുന്നു. അപ്പോൾ സ്മിത ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയി എന്ന് പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസം അലോക് പൂജയോട് സോറി ചോദിക്കുന്നു. എന്നാൽ പൂജ ഇഷ്ടമില്ലാത്ത പോലെ അവനോട് പെരുമാറുന്നു. അപ്പോൾ അലോക് ഇന്നലെ കുറച്ച് ജോലിയുണ്ടായിരുന്നു, അതാണ് വരാൻ വൈകിയത്, സോറി എന്നൊക്കെ പറയുന്നു. അപ്പോൾ പൂജ നിനക്ക് നിന്റെ ജോലിയാണ് ഇമ്പോർട്ടൻറ്റ്, എനിക്കൊരു പ്രാധാന്യവുമില്ല, നിന്റെ ജോലി എന്താണെന്ന് പോലും നീ എന്നോട് പറയാറില്ല, നിന്റെ സിസ്റ്റത്തിന്റെ പാസ്വേഡ് പോലും നീ എന്നിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കുന്നു, നീ എന്നെ ലവറായിട്ട് പോലും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പൂജ അവനോട് ദേഷ്യപ്പെടുന്നു. എന്നാൽ അലോക് ഓരോന്നും പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ അന്ന് രാത്രി സ്മിതയും ആസ്തിയും ഒരുപാട് നേരം ചാറ്റ് ചെയ്യുന്നു. അങ്ങനെ അവർ കൂടുതൽ അടുക്കുന്നു. പിറ്റേ ദിവസം അലോക് പൂജയെ അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ശേഷം അവൾക്കായി വാങ്ങിവെച്ച ഗിഫ്റ്റ് അവൻ അവൾക്ക് സമ്മാനിക്കുന്നു. അതൊരു സാരിയായിരുന്നു. അവൻ അവളോട് ഇപ്പോൾ തന്നെ ഈ സാരി ഉടുക്കാൻ പറയുന്നു. അപ്പോൾ അവൾ ഇവിടെ ഒരു മുറിയല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അലോക് വേറൊരു മുറി കാണിച്ചു കൊടുത്ത് ഈ മുറി ഉപയോഗിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് ഒരു മുറി തുറന്നു കൊടുക്കുന്നു. അങ്ങനെ പൂജ ആ മുറിയിൽ നിന്ന് സാരി മാറുമ്പോൾ അലോക് മെല്ലെ ആ മുറിക്കകത്തേക്ക് കയറുന്നു. ശേഷം ഒരു റൊമാൻറ്റിക് സോങ് ആണ്. അങ്ങനെ ആ സോങ് കഴിഞ്ഞ ശേഷം അലോക് കുളിക്കാൻ പോകുന്നു. അപ്പോൾ പൂജ ഇപ്പോഴെങ്കിലും നിന്റെ കമ്പ്യൂട്ടറിന്റെ പാസ്വേഡ് താ എന്ന് പറയുന്നു. അപ്പോൾ അലോക് ഒട്ടും മടി കൂടാതെ പാസ്വേഡ് കൊടുത്ത ശേഷം കുളിക്കാൻ പോകുന്നു. അടുത്ത സീനിൽ ആസ്തിയെ കാണിക്കുന്നു. അവൻ അവന്റെ എക്സ് ഗേൾഫ്രണ്ടിനെ കാണാൻ വന്നിരിക്കുകയാണ്. അവളുടെ കല്യാണം കഴിഞ്ഞതാണ്. അവളുടെ പേര് മാനസ എന്നാണ്. ഇവൾ വളരെ സിൻസിയർ ആയിട്ടാണ് ആസ്തിയെ പ്രണയിച്ചത്. എന്നാൽ ആസ്തിക്ക് ബിസിനസ്സോ ജോലിയോ സെറ്റാവാത്തത് കൊണ്ട് ഇവൾക്ക് വേറെ വഴിയില്ലാതെ മറ്റൊരു കല്യാണം കഴിക്കേണ്ടി വന്നതാണ്. അപ്പോൾ അവൾ ആസ്തിയോട് ഇപ്പോൾ എന്തു ചെയ്യുന്നുവെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ ഞാൻ അലോകിന്റെ കൂടെ പുതിയ ബിസിനസ് നോക്കുന്നുണ്ട് എന്ന് മറുപടി നൽകുന്നു. ഈ മറുപടി കേട്ടപ്പോൾ എക്സ് ഗേൾഫ്രണ്ടിന് ദേഷ്യം വരുന്നു. അവൾ അവനോട് നീ അലോകിന്റെ കൂടെ നടന്നാൽ നീ ഒരിക്കലും ഗതി പിടിക്കില്ല എന്ന് ചൂടായി അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇപ്പോൾ അലോക് പൂജയെ അവളുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നു. ശേഷം അവളോട് നാളെ കാണാമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങുന്നു. അങ്ങനെ നേരെ വീട്ടിലെത്തിയ അലോക് കാണുന്നത് കള്ളുകുടിച്ച് പിച്ചുമ്പേയി പറയുന്ന സുഹൃത്തിനെയാണ്. എന്താണ് പ്രശ്നമെന്ന് അവനോട് ചോദിച്ചപ്പോൾ അവൻ ഇന്ന് മാനസയെ കണ്ടിരുന്നു. അവൾ പറയുകയാണ് നിന്റെ കൂടെ നടന്നാൽ ഞാൻ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന്. അപ്പോൾ അലോക് നീ ആര് പറയുന്നതും കേൾക്കരുത്, നീ എൻ്റെ കൂടെ തന്നെ നിൽക്ക്, നിന്നെ ഞാൻ വേറെ ലെവലിലെത്തിക്കാം എന്ന് പറയുന്നു. ശേഷം ടൈറ്റായ ആസ്തിയെ റൂമിൽ കൊണ്ടുപോയി കിടത്തി അലോകും ഉറങ്ങാൻ വേണ്ടി കിടക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ഇവരുടെ റൂമിന്റെ വാതിൽ ശക്തിയായി ആരോ മുട്ടുന്നു. എന്നിട്ട് അവർ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് വരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, പോലീസായിരുന്നു. അവർ അലോകിനെയും ആസ്തിയെയും അറസ്റ്റ് ചെയ്യുന്നു. എന്തിനാണ് ഞങ്ങളെ അറസ്റ്റ് ചെയ്യുന്നത് എന്ന് അലോക് ചോദിക്കുന്നുണ്ടെങ്കിലും പോലീസ് ഒന്നും പറയാതെ അവരെ അറസ്റ്റ് ചെയ്ത് അവരുടെ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നു. ശേഷം പോലീസ് ഓഫീസർ അങ്ങോട്ടേക്ക് വരുന്നു. എന്നിട്ട് മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ എന്ന് പറഞ്ഞ് അവരെ തല്ലാൻ തുടങ്ങുന്നു. ഈ പോലീസുകാർ എല്ലാവരും പോലീസ് ഓഫീസർ അവിനാശിന്റെ കീഴിൽ ജോലി ചെയ്യുന്നവരാണ്. എന്നാൽ അവിനാശ് ജോലി ചെയ്യുന്നത് അനഘ എന്ന പോലീസ് ഓഫീസറുടെ കീഴിലാണ്. ഈ അനഘ ആരാണെന്ന് വെച്ചാൽ അലോകിന്റെ ലവറായ പൂജയാണ് അനഘ. ഇവർ സൈബർ വിങ്ങിലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥയാണ്. അങ്ങനെ അനഘ അലോകിനോട് നീയാണ് ആ ഡാറ്റ ഒക്കെ മോഷ്ടിച്ചത് എന്ന് എനിക്കറിയാം, മര്യാദയ്ക്ക് സത്യം മുഴുവൻ തുറന്നു പറഞ്ഞ് കുറ്റസമ്മതം നടത്തിക്കോ എന്ന് പറയുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ഡാറ്റാസ് ഒക്കെ മോഷണം പോയി. ഈ ന്യൂസ് മാധ്യമങ്ങൾക്ക് കിട്ടുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും കുറ്റവാളിയെ പിടിക്കാൻ വേണ്ടിയാണ് ഹീറോയിൻ തന്റെ ഐഡന്റിറ്റി മറച്ചുവെച്ച് അലോകിനെ പരിചയപ്പെട്ടതും അവന്റെ അടുത്ത് ഇടപഴകിയതും. കാരണം അലോക് ഇവർ സംശയിക്കുന്ന പ്രതിപട്ടികയിലെ പ്രധാന ആളായിരുന്നു. അതുകൊണ്ടാണ് അനഘ അലോകുമായി അടുത്തത്. അങ്ങനെ അലോകുമായി കൂടുതൽ ഇടപഴകി അവന്റെ കമ്പ്യൂട്ടർ പാസ്വേഡ് കൈക്കലാക്കി അവന്റെ സിസ്റ്റം ചെക്ക് ചെയ്തപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ അലോകിന്റെ കമ്പ്യൂട്ടറിൽ നിന്നും അനഘ കണ്ടെത്തി. അതുകൊണ്ടാണ് അലോകിനെ അറസ്റ്റ് ചെയ്യാൻ അനഘ തീരുമാനിച്ചതും അറസ്റ്റ് ചെയ്തതും. അങ്ങനെ അലോകിനെ ക്വസ്റ്റ്യൻ ചെയ്ത ശേഷം അനഘ അവിനാശിനോട് നല്ലപോലെ തല്ലി ചോദിക്ക് എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു.
അടുത്ത സീനിൽ ഒരു പ്രൈവറ്റ് കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുന്ന ഒരാളെ കാണിക്കുന്നു. അയാളെ കാണാൻ അനഘ, അതായത് നമ്മുടെ പൂജ, അങ്ങോട്ടേക്ക് വരുന്നു. ഇവൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് സിസ്റ്റമൊക്കെ ഹാക്ക് ചെയ്തിരുന്നു. നല്ലൊരു എത്തിക്കൽ ഹാക്കറാണ് ഇവൻ. അതുകൊണ്ടാണ് അനഘ ഇവനെ കാണാൻ വന്നത്. അങ്ങനെ അനഘ തൻ്റെ ഇഷ്യൂസ് ഇവനോട് പറയുന്നു. അതുമാത്രമല്ല ഈ കേസ് സോൾവ് ചെയ്യാൻ സഹായിക്കണമെന്നും പറയുന്നു. അതിനവൻ സമ്മതിക്കുന്നു. ശേഷം ഇവർ മന്ത്രിയെ കണ്ട് ഡാറ്റ മോഷണം പോയതിനെക്കുറിച്ച് വിവരിക്കുന്നു. എന്നാൽ മന്ത്രി ലാഘവത്തോടെ ഡാറ്റ അല്ലേ മോഷണം പോയത്, അതുകൊണ്ട് അവന് എന്താണ് ഗുണം എന്നൊക്കെ ചോദിക്കുന്നു. മന്ത്രിക്ക് ഡാറ്റ മോഷണം പോയതിൻ്റെ സീരിയസ്നെസ് ഇതുവരെ മനസ്സിലായിട്ടില്ല. അനഘ മന്ത്രിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഈ ഡാറ്റയുടെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കുന്നു. അതായത് നമ്മുടെ ഗവൺമെൻറ് രാജ്യത്തുള്ള എല്ലാവരുടെ ഡീറ്റെയിൽസ് സുധാർ കാർഡിലേക്ക് മാറ്റി. ആധാർ കാർഡിനെയാണ് ഇവർ സുധാർ കാർഡ് എന്ന രീതിയിൽ ഇവിടെ പറയുന്നത്. ഈ കാർഡിൽ ഈ രാജ്യത്തുള്ള എല്ലാവരുടെയും ഫോട്ടോ, ഐ സ്കാൻ, ഫിംഗർ സ്കാൻ, അങ്ങനെ ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഏകദേശം 100 കോടിയിലധികം കാർഡ് നമ്മൾ ഇഷ്യൂ ചെയ്തു കഴിഞ്ഞു. എന്നാൽ ഈ ഡാറ്റാസ് മുഴുവനും ആരോ മോഷ്ടിച്ചു. ഇത് കേട്ട് ആദ്യം ഞെട്ടുന്നത് ഹാക്കറാണ്. അവൻ ഇതായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റ തെഫ്റ്റ് എന്ന് പറയുന്നു. മന്ത്രിക്ക് ഇപ്പോഴും കാര്യങ്ങൾ വ്യക്തമായിട്ടില്ല. അപ്പോൾ ഹാക്കർ ഈ ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതായത് പാൻറ് സൈസ്, ഷർട്ട് സൈസ്, നമ്മുടെ സാലറി, നമ്മുടെ ലോൺസ് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ്, ഇവയെല്ലാം ഇമ്പോർട്ടൻസ് ഡാറ്റയാണ്. നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് നെറ്റിൽ സെർച്ച് ചെയ്താൽ അപ്പോൾ തന്നെ നമുക്ക് ആ പ്രൊഡക്റ്റ് ഏത് സൈറ്റിൽ കിട്ടും, അതിൻ്റെ വില എത്രയാണെന്നൊക്കെ നമുക്ക് ആഡ് വരും. ഇതൊക്കെയാണ് ഡാറ്റാസിൻ്റെ പ്രാധാന്യം. എന്നാൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്ത കാർഡിലെ ഡീറ്റെയിൽസ് ഒരുത്തൻ മോഷ്ടിച്ചാൽ ആ ഡാറ്റ ഉപയോഗിച്ച് 100 കോടി ആൾക്കാരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും 1 രൂപ വെച്ച് മോഷ്ടിച്ചാൽ തന്നെ അത് 100 കോടി രൂപയാകും. മാത്രമല്ല പല വിദേശ ബാങ്കുകളിലും കള്ളപ്പണം ഡെപ്പോസിറ്റ് ചെയ്തവരുടെ പാസ്വേഡ്, ഫിംഗർ പ്രിൻറ്റോ ഐ സ്കാനോ ആയിരിക്കും. ഇതൊക്കെ ഉപയോഗിച്ച് അവൻ ആ ബാങ്ക് അക്കൗണ്ട് ആക്സസ് ചെയ്താലോ എന്തായിരിക്കും അവസ്ഥ? ബ്ലാക്ക് മണി പോയിന്ന് ആരും കംപ്ലൈൻറ്റ് ചെയ്യില്ല. അതുപോലെ 1 രൂപ പോയാലും സാധാരണക്കാർ ആരും അത് ശ്രദ്ധിക്കില്ല. ഈ ഡാറ്റാസ് എന്ന് പറഞ്ഞാൽ മണിയാണ്. ഇതിനായി പ്രത്യേക മാർക്കറ്റ് തന്നെയുണ്ട് എന്ന് ഹാക്കർ മന്ത്രിയോട് പറയുന്നു. അപ്പോൾ ഏതാണ് ആ മാർക്കറ്റ് എന്ന് മന്ത്രി ചോദിക്കുന്നു. അപ്പോൾ ഒരു സോങ് വഴി എന്താണ് ഈ ഡാറ്റാസ് എന്നും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് കാണിക്കുന്നു. ഒരുത്തൻ നടുവേദനയെക്കുറിച്ച് സെർച്ച് ചെയ്തപ്പോൾ പിറ്റേന്ന് അവന് നടുവേദന സംബന്ധമായ പരസ്യം മാത്രമാണ് വരുന്നത് എവിടെ പോയാലും. അതേപോലെ ഡാർക്ക് വെബിനെയും ഈ സോങ്ങിൽ കാണിക്കുന്നു. ഇവിടെ വെച്ചാണ് ഇല്ലീഗൽ ഡാറ്റ സെയിൽ ചെയ്യുന്നതും ആയുധ കച്ചവടം ചെയ്യുന്നതും ഫേക്ക് പാസ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നതും സോഷ്യൽ മീഡിയയിൽ സെൻഡ് ചെയ്യുന്ന പേഴ്സണൽ ഫോട്ടോസ് ഹാക്ക് ചെയ്യുന്നതും ഒക്കെ കാണിക്കുന്നു. പക്ഷേ ഇതൊക്കെ കോമിക്കലായിട്ടാണ് ഈ സോങ്ങിൽ കാണിക്കുന്നത്. അങ്ങനെ ഒരു ഡാർക്ക് റൂം കാണിക്കുന്നു. അതിനകത്ത് കുറേ പണക്കാരായ സൈക്കോകളുണ്ട്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരുത്തൻ ഒരു പെണ്ണിനെ കൊല്ലുന്നു. ഏത് രീതിക്കാണോ അധികം ബെറ്റ് കിട്ടുന്നത് അതേപോലെ അവൻ അവളെ കൊല്ലുന്നു. സിനിമയുടെ തുടക്കത്തിൽ ഒരു അപ്പാർട്ട്മെന്റിലെ കൊലപാതകം കണ്ടിരുന്നില്ലേ? ആ കൊലപാതകം നടന്നത് ഇതേപോലെ ഡാർക്ക് വെബിൽ വെട്ടിവെച്ചിട്ടായിരുന്നു. ഇങ്ങനെ പണക്കാരായ സൈക്കോകളുടെ ആവശ്യപ്രകാരം കൊല്ലുന്നവൻ കേസന്വേഷണമുണ്ടായാൽ കുടുങ്ങും. കൊല്ലാൻ പറയുന്ന സൈക്കോകൾക്ക് ഒരു പ്രശ്നവുമില്ല. ഇതൊക്കെ കേട്ട് മന്ത്രി എന്ത് വില കൊടുത്തും നഷ്ടപ്പെട്ട ഡാറ്റ തിരിച്ചു പിടിക്കണമെന്നും അതിനുവേണ്ട കാര്യങ്ങൾ ഉടനെ തന്നെ ചെയ്യണമെന്നും മന്ത്രി പറയുന്നു. പോലീസും അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുന്നു. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച പോലീസ് സ്റ്റേഷനിലെ സീൻ വ്യക്തമായി കാണിക്കുന്നു. പോലീസ് പിടിച്ച പ്രതിയോട് എന്തിനാണ് കൊല ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അവൻ, ഞാൻ വേണമെന്ന് ചെയ്തതല്ല, ഹയസ്റ്റ് ബെറ്റിംഗ് കൊലയ്ക്ക് കിട്ടി, അതുകൊണ്ട് ഞാൻ അവളെ കൊന്നു. ശേഷം പോലീസ് ഓഫീസർ അവിടെ നിന്നും പോകുന്നു. കാവ്യാണ് ഈ പ്രതിയെ പോലീസിന് കാണിച്ചു കൊടുത്തത്. ഇയാൾ കൊല നടന്ന ഫ്ളാറ്റിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നുവെന്നാണ് കാവ്യ മൊഴി നൽകിയത്. അപ്പോൾ പോലീസ് ഓഫീസർ വിസിറ്റേഴ്സ് ബുക്ക് ചെക്ക് ചെയ്യുമ്പോൾ ഒരു ആസ്തി എന്നവൻ ഇടയ്ക്കിടെ ആ അപ്പാർട്ട്മെന്റിലേക്ക് വരുന്നതായി കാണുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ കാവ്യ, അവൻ എന്നെ കാണാൻ വന്നതാണ്, അതെന്റെ ബോയ് ഫ്രണ്ടാണ്, അവൻ നല്ലവനാണ് എന്നൊക്കെ പറയുന്നു. അതുകൊണ്ടാണ് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് ആസ്തിയെ അറസ്റ്റ് ചെയ്യാത്തത്. ഇതേ സമയം അനഘ ആ ഹാക്കറോട് നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ആകുന്നു എന്ന ഇൻഫർമേഷൻ കിട്ടിയത് ബാംഗ്ലൂരിലെ ട്രെയിനിങ് സെന്ററിന്റെ അടുത്തു നിന്നാണ്. ഡാറ്റാ സെന്ററിൽ വൈറസ് അറ്റാക്ക് നടക്കുന്നത് ഓഗസ്റ്റ് 3-നാണ്. അതൊരു എംപ്ലോയിയുടെ ലാപ്ടോപ്പിൽ നിന്നാണ്. എന്നാൽ ഈ എംപ്ലോയി ഓഗസ്റ്റ് 2-ാം തീയതി ഒരു കോഫി ഷോപ്പിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തലകറങ്ങി വീഴുകയും ആരൊക്കെയോ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അവൻ്റെ ലാപ്ടോപ്പ് അവൻ ആ ഷോപ്പിൽ വെച്ച് മറന്നിരുന്നു. പിറ്റേ ദിവസമാണ് ആ എംപ്ലോയിക്ക് ആ ലാപ്ടോപ്പ് കിട്ടിയത്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഞങ്ങൾ സംശയിക്കുന്നത് അലോകിനെയാണ്. മറന്നുവെച്ച ലാപ്ടോപ്പിൽ വൈറസ് ഇൻസ്റ്റാൾ ചെയ്യുകയും പിന്നീട് ആ എംപ്ലോയി ഓഫീസിലെത്തി ലാപ്ടോപ്പ് യൂസ് ചെയ്യുമ്പോൾ ഡാറ്റാ സെന്ററിലേക്ക് വൈറസ് അറ്റാക്ക് നടക്കുകയും അങ്ങനെ അലോക് ഡാറ്റ മോഷ്ടിച്ചത്. എന്നാൽ മോഷ്ടിച്ച ഡാറ്റ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചതെന്ന് ഒരു പിടിയുമില്ല. അവൻ്റെ സിസ്റ്റം, വീട്, അവൻ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലായിടത്തും ഞങ്ങൾ അരിച്ചുപെറുക്കി. പക്ഷേ എവിടെയും ഈ മോഷ്ടിച്ച ഡാറ്റയെക്കുറിച്ച് ഒരു വിവരവുമില്ല. പിന്നെ അവൻ്റെ സിസ്റ്റം ചെക്ക് ചെയ്തപ്പോൾ ചെറിയ ക്ലൂ കിട്ടി. അതല്ലാതെ വേറെ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അടുത്ത സീനിൽ അലോകിനെ കാണിക്കുന്നു. അവനെ ഓഫീസർ അവിനാഷ് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അവനെ ഒരുപാട് തല്ലുന്നു. മര്യാദയ്ക്ക് കുറ്റം സമ്മതിക്കുക എന്ന് പറയുന്നു. എന്നാൽ അലോക് ഒരക്ഷരവും മിണ്ടുന്നില്ല. അത് കഴിഞ്ഞ് അവിനാഷ് ആസ്തിയെ തല്ലുന്നു. എന്നാൽ അവന് ശരിക്കും ഒന്നും അറിയില്ല. ആസ്തിയെ തല്ലുമ്പോൾ അലോക്, അവനെ തല്ലരുത്, വേണമെങ്കിൽ എന്നെ തല്ലിക്കോ, അവനെ തല്ലിയാൽ ഇവിടെ നടക്കുന്നത് വേറെയായിരിക്കും എന്ന് അലോക് അവിനാഷിനെ ഭീഷണിപ്പെടുത്തുന്നു. അപ്പോൾ അവിനാഷ്, നീ എന്തു ചെയ്യുമടാ എന്ന് പറഞ്ഞ്
അവിനാശ് അലോകിന്റെ കോളർ പിടിച്ച് ഭീഷണിപ്പെടുത്തുന്നു. ഇതേ സമയം അങ്ങോട്ടേക്ക് അനഘ വരുന്നു. എന്നിട്ട് അവിനാശിനോട് നിങ്ങൾ കുറച്ചുനേരം പുറത്തു നിൽക്ക്, എനിക്ക് ഇവനോട് തനിച്ച് സംസാരിക്കണമെന്ന് പറയുന്നു. അങ്ങനെ അനഘ അലോകിനോട് നീ എത്ര വലിയ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് എന്നറിയാമോ? ഇനിയെങ്കിലും ആ കുറ്റം ഏറ്റുപറ. ആ ഡാറ്റാസൊക്കെ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് പറ. നിന്നെ ഞാൻ രക്ഷിക്കാം എന്ന് അനഘ പറയുന്നു. അപ്പോൾ അലോക് നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അനഘ നീയാണ് ഡാറ്റ മോഷ്ടിച്ചത് എന്ന് എനിക്കറിയാം, മര്യാദയ്ക്ക് കുറ്റം ഏറ്റുപറഞ്ഞോ, എന്തിനാണ് നീ ഇങ്ങനെ കള്ളത്തരം കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അലോക് അവൻ്റെ കഥ പറയാൻ തുടങ്ങുന്നു. അനാഥനായ ഹീറോ പഠിക്കാൻ വളരെ മിടുക്കനായിരുന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് കോളേജിൽ അഡ്മിഷൻ എടുത്തെങ്കിലും പണമില്ലാത്തതുകൊണ്ട് പലതും അവന് നഷ്ടപ്പെടുന്നു. അവൻ്റെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് കാമുകിയും അവനെ നൈസായി ഉപേക്ഷിച്ചു പോകുന്നു. പണം അതാണ് ഏറ്റവും വലിയ സത്യമെന്ന് അവൻ മനസ്സിലാക്കി. അങ്ങനെ കോളേജ് കഴിഞ്ഞയുടൻ എങ്ങനെയെങ്കിലും കുറേ പൈസ ഉണ്ടാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ഞാൻ ഇക്കാര്യങ്ങളൊക്കെ ചെയ്തത് എന്ന് അലോക് സമ്മതിക്കുന്നു. അപ്പോൾ അനഘ നീ ഇപ്പോൾ ലീഗൽ കസ്റ്റഡിയിലല്ല ഉള്ളത്, ഇല്ലീഗൽ കസ്റ്റഡിയിലാണ്. അതുകൊണ്ട് നിനക്ക് എന്ത് സംഭവിച്ചാലും ആരും അറിയില്ല. അതുമാത്രമല്ല നിനക്കെന്തെങ്കിലും പറ്റിയാൽ ചോദിക്കാനും ആരും തന്നെയില്ല. മര്യാദയ്ക്ക് ചെയ്ത കുറ്റം സമ്മതിക്കുമെന്ന് അനഘ ഭീഷണിപ്പെടുത്തുന്നു. അപ്പോൾ അലോക് നീ എന്ത് വിചാരിച്ചു? നീയാണ് എന്നെ കണ്ടുപിടിച്ചത് എന്നാണോ? അല്ല, ഞാനിവിടെ വരണമെന്നത് എൻ്റെ പ്ലാനായിരുന്നു. ഇനി ഇവിടെ നിന്ന് എപ്പോൾ പോകണമെന്ന പ്ലാനും എൻ്റെ കയ്യിലുണ്ട്. ആ പ്ലാൻ പ്രകാരം ഞാൻ ഇവിടെ നിന്ന് പോവുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ ശേഷം ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ഹീറോ ഒരു കോഫി ഷോപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അതൊരു ഉദ്ദേശം വെച്ചായിരുന്നു അവൻ അവിടെ ജോലി ചെയ്തത്. ആ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഡാറ്റാ സെന്ററിൽ ജോലിയുള്ള ഒരുത്തൻ ഇടയ്ക്കിടെ ആ കോഫി ഷോപ്പിലേക്ക് വരുമായിരുന്നു. അവൻ്റെ കയ്യിൽ നിന്നും ലോഗിൻ ഐഡിയും പാസ്വേഡും കൈക്കലാക്കാൻ വേണ്ടി ക്യാമറ അവൻ സ്ഥിരമിരിക്കുന്ന സ്ഥലത്തേക്ക് ഹീറോ സെറ്റ് ചെയ്യുന്നു. എന്നാൽ അന്ന് അയാൾ അവിടെ ഇരിക്കാതെ വേറെ സ്ഥലത്ത് പോയി ഇരിക്കുന്നു. അപ്പോൾ അലോക് ഈ ടേബിൾ വേറെ ആൾ ബുക്ക് ചെയ്തതാണ്, ദയവ് ചെയ്ത് അങ്ങോട്ടേക്ക് മാറിയിരിക്കാൻ പറയുന്നു. അയാൾ അലോക് പറഞ്ഞ സ്ഥലത്തേക്ക് ഇരിക്കുകയും ലോഗിൻ ചെയ്യുമ്പോൾ അയാളുടെ ലോഗിൻ ഐഡിയും പാസ്വേഡും അലോക് മനസ്സിലാക്കുന്നു. ശേഷം അയാളെ മയക്കി വീഴ്ത്തുന്നത് അലോക് തന്നെയാണ്. അയാളുടെ ലാപ്ടോപ്പ് കിട്ടാൻ വേണ്ടിയാണ് അലോക് അങ്ങനെ ചെയ്തത്. അങ്ങനെ ആ ലാപ്ടോപ്പിൽ അവന് വേണ്ട രീതിയിൽ വൈറസൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഇനി ഈ ലാപ്ടോപ്പ് ഡാറ്റാ സെന്ററിലെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്താൽ അവിടുത്തെ ഡാറ്റ മുഴുവനും അലോകിന് കിട്ടും. അങ്ങനെ അയാൾ മറന്ന ലാപ്ടോപ്പ് പിറ്റേ ദിവസം കോഫി ഷോപ്പിൽ പോയി വാങ്ങിയ ശേഷം ഡാറ്റാ സെന്ററിലെ സിസ്റ്റമായി അയാളുടെ ലാപ്ടോപ്പ് കണക്ട് ചെയ്യുന്നു. കണക്ട് ചെയ്തപ്പോൾ തന്നെ അലോക് തനിക്ക് വേണ്ട എല്ലാ ഡാറ്റാസും ആ കമ്പ്യൂട്ടറിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെയിരിക്കെ അലോക് രാത്രി റോഡിലൂടെ നടന്നു വരുമ്പോൾ ഒരു കള്ളനെ പോലീസ് പിടിക്കുന്നു. ഇത് കണ്ട അലോക് എന്നെങ്കിലും താൻ ഡാറ്റ മോഷ്ടിച്ചത് അറിഞ്ഞ് പോലീസ് വന്നാൽ എന്തു ചെയ്യുമെന്ന് ഓർത്ത് അങ്ങനെ പോലീസ് അന്വേഷിച്ച് വന്നാൽ രക്ഷപ്പെടാൻ വേണ്ടി ഒരു ബാക്കപ്പ് പ്ലാൻ സെറ്റ് ചെയ്യുന്നു. അങ്ങനെ അലോക് ചില ഓഫീസേഴ്സിനെ പറ്റി സെർച്ച് ചെയ്യുമ്പോൾ യാദർച്ഛികമായി പൂജയുടെ ഫോട്ടോ പോലീസ് ഓഫീസേഴ്സ് ലിസ്റ്റിൽ കാണുന്നു. അന്ന് പൂജ അലോകിനെ വെയിറ്റ് ചെയ്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാത്തിരുന്നില്ലേ? അന്നാണ് അലോകിനെ പൂജ അനഘ എന്ന പോലീസുകാരിയാണെന്ന സത്യം മനസ്സിലായത്. അപ്പോൾ പോലീസ് തന്നെ ട്രാക്ക് ചെയ്തു എന്ന് അലോകിന് മനസ്സിലായി. ഇനി കൂടുതൽ കരുതലോടെ വേണം മുന്നോട്ട് പോവാൻ എന്നവൻ തീരുമാനിച്ചു. അങ്ങനെ അലോക് ഡാറ്റാസൊക്കെ സിസ്റ്റത്തിൽ നിന്നും മാറ്റി. വെറും ഡമ്മി ഡാറ്റയാണ് അവൻ സിസ്റ്റത്തിൽ ബാക്കി വെച്ചത്. അതുകൊണ്ടാണ് തൻ്റെ കാമുകി പോലീസാണെന്ന് അറിഞ്ഞിട്ടും അവൻ പാസ്വേഡ് കൊടുത്തത്. ആ ഡമ്മി ഡാറ്റാസ് വെച്ചാണ് അലോകിനെ പൂജ അറസ്റ്റ് ചെയ്തത്. ആ തെളിവ് കൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അലോകിനും അനഘയ്ക്കും നല്ലപോലെ അറിയാമായിരുന്നു. അനഘ ഹാക്കറോട് വേറെ എന്തെങ്കിലും തെളിവ് കിട്ടിയോ എന്ന് ചോദിക്കുന്നു. ഇല്ല, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഹാക്കർ പറയുന്നു. ഹീറോയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കമ്പ്യൂട്ടറും അലോക് ഉപയോഗിച്ച കമ്പ്യൂട്ടറും ആസ്തിയുടെ കഫേയിലെ കമ്പ്യൂട്ടറും എല്ലാം കൊണ്ടുവന്ന് പരിശോധിക്കുന്നു. അതിൽ നിന്നും ഒന്നും തന്നെ ഇവർക്ക് കിട്ടുന്നില്ല. അപ്പോഴാണ് അലോക് കുറെ പടങ്ങൾ ടോറന്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന കാര്യം ഇവർക്ക് മനസ്സിലാകുന്നത്. അലോക് ടോറന്റിൽ ഗുൾട്ടു എന്ന ഫയൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇവർ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ കുറെ ഫോട്ടോസ് അടങ്ങിയ ഒരു വീഡിയോ ഫയലായിരുന്നു അത്. ആ ഹാക്കർ ആ ഫോട്ടോസൊക്കെ ഡീകോഡ് ചെയ്തപ്പോൾ അലോക് ഡാറ്റാസൊക്കെ അതിനുള്ളിലായിരുന്നു ഒളിപ്പിച്ചു വെച്ചിരുന്നത്. ഇതേ സമയം അലോകിനെ അറസ്റ്റ് ചെയ്ത റൂമിന്റെ വെളിയിലിരിക്കുന്ന അവിനാശിനോട് അലോക് എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് എന്നൊക്കെ ഉറക്കെ പറയുന്നു. അലോക് അവിനാശിനെ പേരെടുത്ത് വിളിച്ചതിൽ അവിനാശിന് ദേഷ്യം വരുന്നു. അവൻ ആ റൂമിന്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് അലോകിനോട് ദേഷ്യപ്പെടുന്നു. അപ്പോൾ അലോക് അവിനാശിനോട് നീ അധികം ചൂടാവണ്ട, നീ ആരാണ്, നീ എന്തൊക്കെ ഇല്ലീഗൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നും മിനിസ്റ്റർക്ക് വേണ്ടി നീ എന്തെല്ലാം അണ്ടർഗ്രൗണ്ട് ഡീലിംഗ് ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ എല്ലാ ഡാറ്റാസും എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് എനിക്ക് മന്ത്രിയെ കാണണം, ഇങ്ങോട്ടേക്ക് വരാൻ മന്ത്രിയോട് പറ എന്ന് അലോക് പറയുന്നു. ഇത് കേട്ട് അവിനാശ് ആകെ ഷോക്കാകുന്നു. അയാൾ എല്ലാ കാര്യങ്ങളും മിനിസ്റ്ററെ അറിയിക്കുന്നു. അങ്ങനെ മിനിസ്റ്റർ അലോകിനെ കാണാൻ വരുന്നു. എന്നാൽ മിനിസ്റ്റർ ഗണ്ണും കൊണ്ടാണ് അലോകിനെ കാണാൻ വന്നത്. അലോക് മിനിസ്റ്ററോട് നിങ്ങൾക്ക് സ്വിസ് ബാങ്കിൽ എത്ര കള്ളപ്പണം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നതിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ഈ ഒരു വാർത്ത പുറത്തു വന്നാൽ മതി, നിങ്ങൾ ഇത്രയും കാലം ഉണ്ടാക്കിയ നല്ല ഇമേജ് മുഴുവനും ഇല്ലാതാവും. ഇത് കേട്ടതും മിനിസ്റ്റർ അലോകിനെ തള്ളിയിട്ട് ഷൂട്ട് ചെയ്യുന്നു. അവൻ അതിൽ നിന്നും ഒഴിഞ്ഞു മാറി മിനിസ്റ്ററോട് എന്നെ കൊന്നുകളഞ്ഞതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടില്ല. കാരണം ഞാൻ ഇവിടെ നിന്ന് 2 ദിവസത്തിനുള്ളിൽ പുറത്തു പോയില്ലെങ്കിൽ നിങ്ങൾക്കെതിരെയുള്ള തെളിവുകളും നിങ്ങൾ ചെയ്ത അഴിമതികളും അടങ്ങിയ വീഡിയോ ഇന്റർനെറ്റിലേക്ക് ഓട്ടോമാറ്റിക്കായി അപ്ലോഡ് ആകും. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ ഇത്രയും കാലം ഉണ്ടാക്കിയ ഗുഡ് ഇമേജ് നിങ്ങൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും. ഇതും കേട്ടത് മന്ത്രി ഭയക്കുന്നു. ശേഷം അലോക് പറഞ്ഞു കൊടുത്തതുപോലെ ഡാറ്റ മോഷണം വഴി പ്രതികളെ അന്വേഷിക്കുന്നു എന്ന രീതിയിൽ തന്നെ മന്ത്രിയും മുന്നോട്ടു പോകുന്നു. അങ്ങനെ സുധാർ അഥവാ ആധാർ ഡാറ്റ മോഷണം പോയി എന്ന വിവരം മാധ്യമങ്ങളിൽ കാണിക്കുന്നു. ഈ വിഷയം ഭയങ്കര ഇഷ്യൂ ആകുന്നു. ഈ സംഭവം ട്വിറ്ററിലൊക്കെ ട്രെൻഡിങ് ആവുന്നു. അതിൻ്റെ ഉത്തരവാദിത്വവും മന്ത്രിയുടെ തലയിലാവുന്നു.
ഇതുമായി ബന്ധപ്പെട്ടവരെ ഉടനെ അറസ്റ്റ് ചെയ്യണമെന്ന് മുകളിലുള്ളവർ മന്ത്രിക്ക് ഭയങ്കര പ്രഷർ നൽകുന്നു. അപ്പോൾ മന്ത്രി ഉടനെ എല്ലാവരും പിടിക്കാമെന്ന് പറയുന്നു. അങ്ങനെ മിനിസ്റ്ററുടെ സഹായത്താൽ അലോകിനെ കോടതിയിലെത്തിക്കുന്നു. അലോകിനെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മന്ത്രിയാണ്. അങ്ങനെ അലോകിനെ കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം വിചാരണ നടക്കുന്നു. എന്നാൽ വ്യക്തമായ തെളിവുകൾ ഇല്ലാത്തതുകൊണ്ട് കോടതി അലോകിനെ വെറുതെ വിടുന്നു. ഈ വിധി കേട്ട് അനഘ അപ്സെറ്റായി കോടതിയിൽ തന്നെ ഇരിക്കുന്നു. ശേഷം അവൾ കോടതിയിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ അലോക് അവളോട് സംസാരിക്കാനായി അടുത്തേക്ക് വരുന്നു. എന്നോട് പ്രണയം നടച്ചിരുന്ന നാളുകളിൽ ഒരു നിമിഷത്തിലെങ്കിലും നിനക്ക് എന്നോട് പ്രണയം തോന്നിയിട്ടില്ലേ എന്ന് അലോക് അനഘയോട് ചോദിക്കുന്നു. അപ്പോൾ അവൾ, നീ ഒരു പ്രതിയാണ്, കുറ്റവാളി. ഒരു കുറ്റവാളിയോട് എനിക്കൊരിക്കലും പ്രണയം തോന്നുകയില്ല എന്ന് അനഘ പറയുന്നു. അപ്പോൾ അലോക്, ഞാൻ കുറ്റവാളിയാണെങ്കിൽ പിന്നെ എന്തിനാണ് കോടതി എന്നെ വെറുതെ വിട്ടത്? അലോകിന്റെ ഈ ചോദ്യത്തിന് അനഘയ്ക്ക് മറുപടിയില്ലായിരുന്നു. ഇതേ സമയം ആസ്തി അലോകിനെ മൈൻഡ് ചെയ്യാതെ അവന്റെ മുന്നിലൂടെ പോകുന്നു. ഇത് കണ്ട അലോക് ആസ്തിയുടെ പിറകെ ചെന്ന് ആസ്തിയെ വിളിക്കുന്നു. അപ്പോൾ ആസ്തി, ഒരു നല്ല ബിസിനസ് ചെയ്ത് എന്നെ വേറെ ലെവലിൽ എത്തിക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ കെണിയിൽപ്പെടുത്തിയല്ലോടാ എന്ന് പറഞ്ഞ് അലോകിനോട് ചൂടാവുന്നു. അപ്പോൾ അലോക്, ഡാ ഒരു കുഴപ്പവുമില്ല, ബിസിനസ്സൊക്കെ എപ്പോഴേ ചെയ്തു കഴിഞ്ഞു, ഇനി കാശ് മാത്രമാണ് വരാനുള്ളത് എന്ന് പറയുന്നു. അടുത്ത ഷോട്ടിൽ അലോക് സംസാരിക്കുന്നത് കാണിക്കുന്നു. അതായത് കോട്ടും സ്യൂട്ടും ഒക്കെ ധരിച്ച് വെൽ സെറ്റിൽഡ് ആയ അവസ്ഥയിലാണ് ഹീറോ. അവനൊരു കമ്പനിയൊക്കെ തുടങ്ങി നല്ല രീതിയിൽ അലോക് ജീവിക്കുന്നതായി കാണിക്കുന്നു. ഇതേ സമയം മന്ത്രി മാധ്യമങ്ങളോട് ഞങ്ങൾ പ്രതികളെ ഉടനെ തന്നെ കണ്ടെത്തുമെന്നൊക്കെ പറയുന്നു. അപ്പോൾ അലോക് ഫോറിനിലുള്ള ഒരാളുമായി സംസാരിക്കുന്നു. എൻ്റെ കയ്യിൽ ഇത്രയും ആളുകളുടെ ഡാറ്റാസ് ഉണ്ട്, കാശ് തന്നാൽ നിങ്ങൾക്ക് ഞാനത് തരാമെന്നൊക്കെ പറയുന്നു. അങ്ങനെ അവർ തമ്മിൽ ഡീൽ സംസാരിക്കുന്നു. അങ്ങനെ ഡീലൊക്കെ സെറ്റായതിനു ശേഷം അലോക് പറഞ്ഞ പണം അവന് ലഭിക്കുകയും ചെയ്യുന്നു. അലോക് ടോറന്റിൽ അപ്ലോഡ് ചെയ്ത ഫയലാണ് എല്ലാ ഡാറ്റാസും ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. അവൻ ആവശ്യമുള്ളപ്പോൾ ആ ഡാറ്റാസ് മുഴുവനും എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. ഇതേ സമയം പോലീസിന്റെ സഹായിയായ ഹാക്കർ കുറച്ച് ആയി ടോറന്റിലുള്ള ഫയൽ ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കുകയും കുറച്ച് ഡാറ്റ ഡീകോഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അനഘ ഇത് വെച്ച് അലോകിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഹാക്കർ, ഇല്ല, അവനെ പിടിച്ചാൽ നിങ്ങൾ കുടുങ്ങും. കാരണം അവൻ ഈ ഫയൽസ് മുഴുവനും അപ്ലോഡ് ചെയ്തത് നിങ്ങളുടെ ഇമെയിൽ ID ഉപയോഗിച്ചാണ്. അതുകൊണ്ട് അവനെ തൊട്ടാൽ ആദ്യം നിങ്ങൾ കുടുങ്ങും എന്ന് ഹാക്കർ അനഘയോട് പറയുന്നു. അനഘ വേഷം മാറി അവനെ പറ്റിച്ചു. അവൻ അതേ നാണയത്തിൽ തന്നെ അനഘയുടെ അണ്ണാക്കിലേക്ക് അടിച്ചു കൊടുത്തു. അങ്ങനെ അലോക് ഡാറ്റ വിട്ടു കിട്ടിയ പൈസയിൽ പുതിയ കമ്പനിയൊക്കെ തുടങ്ങി സെറ്റായി. അവൻ്റെ കൂട്ടുകാരനും അവൻ്റെ കൂടെ തന്നെയുണ്ട്. അങ്ങനെ രണ്ടുപേരും കാറിൽ സംസാരിച്ചു കൊണ്ട് പോകുന്നതോടെ സിനിമ അവസാനിക്കുന്നു. ഈ സിനിമ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. ദയവ് ചെയ്ത് വീഡിയോസ് കാണുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.